നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും കാശ്മീരിലടക്കം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ പട്ടണങ്ങളിലും അതിർത്തി മേഖലയിലടക്കവും സൈന്യം കനത്ത ജാഗ്രത തുടരുകയാണ്. അർദ്ധരാത്രിക്ക് ശേഷം എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജമ്മുവിലടക്കമുള്ള അതിർത്തി മേഖലകൾക്ക് സാധാരണ നിലയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ പകലും രാത്രിയും വെടിനിർത്തൽ കരാറിൽ നിർണായകമാണ്. രാത്രി വൈകി നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് വെടിവയ്പ് നടന്നതൊഴിച്ചാൽ ജമ്മുവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. സൈന്യ മേഖലയിൽ ജാഗ്രതയിലാണ്. നഗ്രോത്ത കരസേന ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പൂഞ്ച് മേഖലയിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് പോകുന്നു. രാത്രി വെടിവയ്പോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായില്ല. പഞ്ചാബിലെ പഠാൻകോട്ടിലെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു തുടങ്ങി. ഗുജറാത്തിലെ പാകിസ്ഥാനിൽ അതിർത്തിയിലും സ്ഥിതി ശാന്തമാണ്. കൊച്ചു ജില്ലയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള അതീവ സുരക്ഷ ഇപ്പോഴും തുടരുകയാണ്. രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളിൽ പുലർച്ചെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്ന ബാർമാർ, ജയ്സാൽമീർ എന്നിവിടങ്ങൾ ജാഗ്രത തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി വെടിനിർത്തൽ ധാരണ ലംഘിച്ച പാകിസ്ഥാന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത്. അതിർത്തി കടന്നെത്തിയ നിരവധി പാക് ഡ്രോണുകളെ വെടിവെച്ചിട്ടു. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ പലയിടത്തും പാക് ഡ്രോണുകളെത്തി. അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ ഇന്നലെ പൂർണ്ണ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരുന്നു. ജനങ്ങളോട് വീടിന് പുറത്ത് ഇറങ്ങരുതെന്നും നിർദ്ദേശം നൽകി. അതേസമയം ജമ്മുവിലെ നഗ്രോട്ട സൈനിക യൂണിറ്റിന് നേരെയുണ്ടായ ഭീകരാക്രമണ നീക്കം സൈന്യം തകർത്തു. ഒരു ഗാർഡിന് പരിക്കേറ്റു എന്നാണ് വിവരം. വെടിനിർത്തൽ കരാറിന് ധാരണയായെങ്കിലും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ നിന്നും ഇന്ത്യ പിന്മാറിയില്ല. കർത്താപൂർ ഇടനാഴി തൽക്കാലം തുറക്കില്ല. ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ തുടർ നീക്കം നിരീക്ഷിക്കുമെന്നും. വെടിനിർത്തൽ കരാറിനു ശേഷം പാകിസ്ഥാൻ വീണ്ടും വ്യോമപാത തുറന്നു. വെടിനിർത്തലിന് ഇന്ത്യയും പാകിസ്ഥാനും തയ്യാറായതോടെ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾ ആഹ്ലാദം തുടങ്ങി. എന്നാൽ മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഇതിനുണ്ടായിരുന്നുള്ളൂ. മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ തനി സ്വരൂപം പുറത്തെടുത്തു. ധാരണ ലംഘിച്ച് വീണ്ടും പ്രകോപനമുണ്ടാക്കിയ പാക് ഡ്രോണുകൾ അതിർത്തി കടന്നെത്തി. ശക്തമായ മറുപടിയാണ് ഇതിന് ഇന്ത്യൻ സൈന്യം നൽകിയത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.